സുഖല്ലേ? മോളെ കണ്ട സ്ഥിതിക്ക് ഒരു ചെറിയ ആഗ്രഹം. ഞാൻ എങ്ങനെയാ മോളെ നിന്നെ വിടുക? എത്ര കാലം ഇതിന്റെ പിന്നാലെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാലോ. ഇന്നൊരു വട്ടം നീ ഒരു വാക്ക് മൂളിയാ മതി, പിന്നെ എന്റെ പിന്നാലെ വരികയേയില്ല. എന്തു പറയുന്നു പാറക്കുട്ടി? ഈ മൗനം ഒരു സമ്മതമായിട്ട് എടുത്തൂടെ? അപ്പോ സമ്മതിച്ചു? സന്തോഷമായി. പാറക്കുട്ടി ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. എനിക്ക് അയ്യോ, ആരാടാ ഇങ്ങനെ കെട്ടിയിട്ടെ? എന്റെ പാറക്കുട്ടിനെ വേദനിപ്പിക്കുന്നോ? അയച്ചേ. വാ, നമുക്ക് പോവാം. വാ. നിന്നെ എന്റെ മനസ്സിൽ അന്നേ ഞാൻ സ്കെച്ച് ചെയ്തു പോയി. സോറിയുടെ കണ്ണ. നിന്റെ കഴുത്തിൽ കത്തി വെച്ചാലും നിന്റെ പ്രാണം പോയാലും നീനെ താലി കെട്ടാൻ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നിന്റെ ഈ അമ്മാവനെ ഞാൻ ഗൺ പോയിന്റ് നിർത്തിയത്. അമ്മാവന്റെ ജീവൻ പോയാ ചാരുമോക്ക് വിഷമമാവില്ലേ? ഇല്ലേ? ഇല്ലേ ചാരുമോളെ? നിനക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടണം, അത്രല്ലേ വേണ്ടു? ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിന് ഞാൻ തയ്യാറാവണമെങ്കിൽ അതിനു മുമ്പ് എന്റെ ബാലം മാമനും കല്ലുമോളും രക്ഷപ്പെടണം. അതിന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡി. ആദ്യം അമ്മാവന്റെ തലയ്ക്ക് മേലെ ചൂണ്ടിയിരിക്കുന്ന തോക്ക് മാറ്റാൻ പറ. അതോ? ഇല്ല ചാരു, നിന്റെ അധിപത്യമൊന്നും എന്നോട് വേണ്ട. നിന്റെ ഈ കുമ്മാവൻ ജീവനോടിരിക്കുമ്പോ തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. കാണണോ നിനക്ക്? ദേ ബാലമാമ, എനിക്ക് ബാബുക്കുട്ടിനെ കല്യാണം കഴിക്കാൻ സമ്മതം. ബാലമാമ എതിർത്തൊന്നും പറയരുത്. എന്റെ ജീവിതം തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. മോളെ, നീ എന്തായി പറയുന്നത്? നീ ബാബുക്കുട്ടിനെ കല്യാണം കഴിക്കാനോ? അതേ മാഷേ, ഈ ചാരു പറയുന്ന മാഷ് കേട്ടില്ലേ? എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന്. ഇനി മാഷിന്റെ അനുവാദം കൂടെ കിട്ടിയ ഈ താലി ഞാൻ അങ്ങ് ചാരുവിന്റെ കഴുത്തിലോട്ട് കെട്ടിയനെ. മാഷേ, എന്നാ ഞാനങ്ങോട്ട്. അച്ഛൻ പേടിക്കണ്ട. ഇവൻ കാക്കോത്തിയും കെട്ടിട്ട് ബോംബെയിലേക്കല്ല, ജയിലിലേക്കാ പോകാൻ പോകുന്നേ. ഗൺ പോയിന്റിൽ നിർത്തിയാലും കാക്കോത്തിയുടെ സമ്മതമില്ലാതെ
ആരും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല. അരവിന്ദന്റെ ജീവൻ വെച്ച് ഇവരെല്ലാരും വിലപേശുകയായിരുന്നു. അരവിന്ദേട്ടന് ഒരു കുഴപ്പമില്ല. നമ്മളെ ചതിച്ചത് അരവിന്ദേട്ടനും അമ്മയും ചേർന്ന. അരവിന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയൊന്നുമല്ല അച്ഛാ. അരവിന്ദേട്ടൻ പോയതാ മനഃപൂർവ്വം. അരവിന്ദേട്ടൻ പോകുന്ന കാര്യം അമ്മയ്ക്കും അറിയായിരുന്നു അച്ഛാ. അമ്മ അച്ഛൻ വിചാരിച്ച പോലെയൊന്നുമല്ല. അരവിന്ദേട്ടൻ പോയതിനു ശേഷം അമ്മയെ വിളിച്ചായിരുന്നു. സത്യമാണോ ഇതൊക്കെ? സത്യമാണ് അച്ഛാ. എല്ലാത്തിനും പിന്നിൽ ഈ നിൽക്കുന്ന അമ്മയാ. അരവിന്ദേട്ടനെ കൊണ്ട് അമ്മ ഇതൊക്കെ ചെയ്യിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അരവിന്ദേട്ടൻ പറഞ്ഞതാ കാക്കോത്തിയേട്ടന് ഇഷ്ടമല്ല, കല്യാണം കഴിക്കണ്ടെന്നൊക്കെ. എല്ലാം ഈ ബാബുക്കുട്ടനും അമ്മയും അരവിന്ദേട്ടനും ചേർന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഒറ്റ ഒരെണ്ണാണെങ്കിൽ പോരുത്, മാറാം. എവിടെയാ കത്ത്? എന്റെ ഇല്ല. കത്ത് തരാനാ പറഞ്ഞേ? എന്റെ ഇല്ലാന്നാ പറഞ്ഞേ. മാറാം, മാറിക്കടവിടെ പിടിക്കവേ. നടക്കടാ നടക്കാൻ